നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ചാണ്ടിയുമ്മൻ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് വോട്ട് പിടിക്കൽ പ്രവർത്തനങ്ങൾ, അതിനുശേഷം ഒരു മന്ത്രിസ്ഥാനം പോലും നൽകാതെ പാർട്ടി അദ്ദേഹത്തെ മാറ്റി നിർത്തിയപ്പോൾ, അല്ലെങ്കിൽ പാർട്ടി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിൽ യാതൊരു തരത്തിലും വേദനിക്കാതെ താൻ ജീവിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്, പാർട്ടിയുടെ തീരുമാനം അതേപോലെ തന്നെ കൈക്കൊള്ളുന്നു എന്ന രീതിയിൽ നിലയുറച്ചു നിന്ന ചാണ്ടിയുമ്മൻ അച്ഛന് കൊടുത്ത വാക്ക് അത് നിറവേറ്റുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ചാണ്ടിയുമ്മൻ ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ വേദിയിലും ജനഹൃദയങ്ങളിൽ കയറിപ്പറ്റിയിരിക്കുകയാണ്. കാരണം വലിയ ആഘോഷങ്ങളില്ല, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കാട്ടിക്കൂട്ടിയൊരു പ്രഹസനമല്ല തൻ്റെ സൈക്കിൾ യാത്ര എന്ന് വ്യക്തമാക്കുന്നതാണ് ചാണ്ടിയുമ്മൻ്റെ ഇന്നത്തെ വരവ്. ജഗതിയിൽ പുതുപ്പള്ളി ഹൗസിൽ നിന്ന് നിയമസഭയിലേക്കും സൈക്കിൾ ചവിട്ടിയായിരുന്നു അദ്ദേഹം വന്നത്. സഭയിൽ ആദ്യ സമ്മേളനത്തിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചാണ്ടിയുമ്മൻ സൈക്കിളിലെത്തുമ്പോൾ വലിയ രീതിയിലുള്ള ആരവം അവിടെ കേൾക്കാമായിരുന്നു. കാരണം ചാണ്ടിയുമ്മനെ കാത്ത് അവിടെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ചാണ്ടിയുമ്മനൊപ്പം നിരവധി പ്രവർത്തകരാണ് അണിനിരഞ്ഞ് ആവേശപരമായിട്ട് നടന്നു വന്നത്. കഴിഞ്ഞ തവണ നടന്നാണ് ചാണ്ടിയുമ്മൻ സത്യപ്രതിജ്ഞയ്ക്കായി എത്തിയിരുന്നത്. മുണ്ടൊഴിവാക്കി പാൻറ്റും ഷർട്ടും ധരിച്ച് ചാണ്ടിയുമ്മൻ ഇത്തവണ നിയമസഭയിലെത്തുന്നു. ഷർട്ടിൽ പിതാവും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും ചിത്രങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിക്കും ഒപ്പം പൊതുജനങ്ങൾക്കും. ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. സത്യപ്രതിജ്ഞയുടെ ദിവസം സൈക്കിളിൽ വരാനുള്ള തീരുമാനം എന്തായിരുന്നു എന്നതിനുള്ള മറുപടിയൊക്കെ ചാണ്ടിയുമ്മൻ നൽകുന്നു. ഞാൻ സൈക്കിളിൽ പ്രചാരണം നടത്തിയാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതുകൊണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് സൈക്കിളിൽ എത്തിയതിൽ യാതൊരു അസ്വാഭാവികതയുമില്ല എന്ന് ചാണ്ടിയുമ്മൻ വ്യക്തമാക്കി. ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തൻ്റെ യാത്ര എന്നുള്ള സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. സൈക്കിളിൽ ഇനിയും വരണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ പ്രാക്ടിക്കൽ ആകുമോ എന്നുള്ളത് പരിശോധിച്ചു വരികയാണെന്നും ചാണ്ടിയുമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വ്യത്യസ്തത പുലർത്തിയിട്ടുള്ള MLA തന്നെയായിരുന്നു ചാണ്ടിയുമ്മൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചാരണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഫ്ലെക്സും പോസ്റ്ററും ഒക്കെ ഒഴിവാക്കി ഏകദേശം 79 ലക്ഷത്തോളം രൂപ ലാഭിച്ചു. അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ പദ്ധതികൾ 21 ലക്ഷം രൂപയൊക്കെ ചുരുക്കി, 79 ലക്ഷം ചിലവ് എന്നുള്ളത് 29 ലക്ഷമാക്കി ചുരുക്കി ആ പണം കൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന വീടൊക്കെ നിർമ്മിച്ചു നൽകാനുള്ള തീരുമാനമായിരുന്നു എന്നത് ചാണ്ടിയുമ്മൻ നേരത്തെ തന്നെ സൂചന നൽകിയതാണ്. ചാണ്ടിയുമ്മനെ സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ വലിയ രീതിയിൽ ഇന്നും നിയമസഭയ്ക്ക് മുൻപിൽ വലിയ രീതിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടെ കാണാം. ജനങ്ങളോടൊപ്പം നിൽക്കുന്ന മറ്റൊരു MLA നിങ്ങൾ ഇനി താമസിച്ചാൽ മറ്റുള്ളവർ വഴി ബ്ലോക്ക് ആവും. എന്നെ മുന്നോട്ട് വിടുക. അതേസമയം മന്ത്രിസഭയിൽ തന്നെ ഉൾപ്പെടുത്താത്തതിലുള്ള A ഗ്രൂപ്പ് നേതാക്കളുടെ അതൃപ്തിയിൽ പ്രതികരണവുമായിട്ട് നിയുക്ത പുതുപ്പള്ളി MLA ചാണ്ടിയുമ്മൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാണ്. 25 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയും ഈ സാഹചര്യം നേരിടേണ്ടി വന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ഗ്രൂപ്പ് നേതാക്കൾക്ക് വിഷമമുണ്ടാകുന്നത് സ്വാഭാവികമാണ് എന്ന് ചാണ്ടിയുമ്മൻ മറുപടി പറയുന്നു. സ്ഥാനമില്ലാത്തതാണ് കൂടുതൽ നല്ലത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി കൂടുതലായി പ്രവർത്തിക്കാൻ കഴിയും.
കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 140 മണ്ഡലങ്ങളിലും താൻ നടക്കാൻ പോവുകയാണ്. മന്ത്രിയായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ ചുരുങ്ങിപ്പോയേനെ എന്നും ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും തനിക്ക് സ്ഥാനമുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് ചാണ്ടി ഉമ്മന്. അത് ഉറപ്പിക്കാനായി താൻ ജനങ്ങൾക്കിടയിലേക്ക് വീണ്ടും ഇറങ്ങുകയാണ്. 5 വർഷവും പ്രവർത്തനം അങ്ങനെ തന്നെയായിരിക്കും. ചാണ്ടി ഉമ്മനാണ് ഇത്തരത്തിലൊരു മറുപടി പറയുന്നത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വാക്ക് എന്ന തരത്തിൽ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ എ ഗ്രൂപ്പ് നേതാക്കൾ AICCയെ കാണാൻ പോകുന്നെന്ന വാർത്തകളോടും ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും എനിക്കതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നും എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയെ എന്നിൽ ദർശിക്കുന്നുണ്ട് എന്നുമാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. അതുകൊണ്ടായിരിക്കാം അവർ അത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. 25 വർഷം മുമ്പ് സമാന സാഹചര്യം ഉമ്മൻചാണ്ടി നേരിട്ടു. ചരിത്രം ആവർത്തിക്കപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് ഉള്ള വിഷമം അവരിലും പ്രതിഫലിച്ചതായിരിക്കാമെന്നുമാണ് ചാണ്ടി ഉമ്മൻ പറയുന്നത്. കേരളത്തിന് കോൺഗ്രസ് മുഖ്യമന്ത്രിയെ ലഭിച്ചപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിക്ക് നീതി ലഭിച്ച പോലെ ആയിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകന് മന്ത്രിസ്ഥാനമോ പുതുപ്പള്ളിയിൽ നിന്ന് മന്ത്രി വേണമെന്നോ തനിക്കില്ല. കോൺഗ്രസിന്റെ ഭരണമാണ് ഏറ്റവും വലിയ നീതിയെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. അതേസമയം ചാണ്ടി ഉമ്മനെ KPCC അധ്യക്ഷനാക്കണം എന്നുള്ള തരത്തിൽ അണികൾക്കിടയിൽ വലിയ ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പലയിടങ്ങളിൽ ഫ്ലെക്സ് അടക്കം ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മനെ കൊണ്ടുവരണമെന്ന ആവശ്യവുമായിട്ടാണ് ചിലയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നത്. തിരുവനന്തപുരത്ത് MLA ഹോസ്റ്റലിന് സമീപത്ത് ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. കോൺഗ്രസ് തിരുവനന്തപുരം എന്നാണ് ഫ്ലെക്സ് ബോർഡിന്റെ താഴെ എഴുതിയിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മന്ത്രിയായതോടെ ആ സ്ഥാനത്ത് ആരെത്തും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചാണ്ടി ഉമ്മൻ എന്ന തരത്തിൽ അഭിപ്രായമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ വരുന്നത്. എന്തായാലും പാർട്ടി അദ്ദേഹത്തിനൊരു മന്ത്രിസ്ഥാനം പോലും നൽകാത്തത് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായി എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വേറിട്ട പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ജനങ്ങൾക്കിടയിൽ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ള വിമർശനങ്ങൾ നിൽക്കുമ്പോഴും BJP കൃത്യമായിട്ട് ചാണ്ടി ഉമ്മന്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രകടനത്തിലൂടെ വ്യക്തമാണ്. അതായത് ചാണ്ടി ഉമ്മൻ ഒരു ഫ്ലെക്സോ പ്രചാരണ പ്രവർത്തനങ്ങളോ നടത്താതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത് കൊണ്ടാണ് അയാൾക്ക് ഇന്ന് വലിയൊരു സ്വീകാര്യത ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ BJP അതേ രീതിയിലാണോ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നിയമസഭയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എത്തിയ സമയത്ത് തോന്നിപ്പോകുന്നത്. അതായത് ചാണ്ടി ഉമ്മൻ നടത്തിയതുപോലെ നടന്നുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു രാജീവ് ചന്ദ്രശേഖറിൻ്റേത് എന്നുള്ളതാണ്. സാറേ ഇവരും മാറണ്ടേ സാർ ഇവരും എന്തായാലും BJP MLA-മാരായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, V മുരളീധരൻ, BB ഗോപകുമാർ എന്നിവർ ഇന്ന് നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു ചരിത്ര നിമിഷം കൂടെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. BB ഗോപകുമാർ 33-ാമനായും V മുരളീധരൻ 64-ാമനായും രാജീവ് ചന്ദ്രശേഖർ 83-ാമനുമായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള ചരിത്രത്തിൽ ആദ്യമായി BJP സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്ന BJP സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഇത്തവണയുള്ളത്. ചാത്തന്നൂർ MLA BB ഗോപകുമാറാണ് BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് BJP മത്സരിക്കുന്നു എന്നും BB ഗോപകുമാർ സ്ഥാനാർത്ഥിയാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് മാധ്യമങ്ങളെ അറിയിച്ചതും. പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഇത്. 30 ലക്ഷം ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി പ്രവർത്തിച്ചു വരികയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം
പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായിട്ടാണ് നിയമസഭയിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ എത്തിയത്. മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, K സുരേന്ദ്രൻ, മറ്റ് സംസ്ഥാന നേതാക്കൾ, NDA നേതാക്കളായിട്ടുള്ള V ഗോപകുമാർ തുടങ്ങിയവരും ഈ പ്രകടനത്തിന് നേതൃത്വം നൽകിയിരുന്നു.